അങ്ങനെ പൂരാട ദിനത്തിൽ അങ്ങനെ കുറച്ച് പായസ വിശേഷങ്ങളുമായിട്ടാണ് ഞാനും പഴയടവും കൂടി എത്തിയിരിക്കുന്നത്. എന്നത്തെ പോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഴയടം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കമന്റ്സിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് പഴയടത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പായസം വെപ്പിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ വിഷമം അങ്ങ് മാറ്റി തീർക്കല്ലേ? ഇനി 3 ദിവസം നമുക്ക് പായസം കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും രുചിയോണം വിത്ത് പഴയടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയ്ക്കുന്ന പായസം കുമ്പളങ്ങ കൊണ്ടുള്ള പായസമാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഷോയിൽ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്കത് ഇതൊരു കുമ്പളങ്ങ നമ്മുടെ പ്രേക്ഷകർക്കുള്ള സ്പെഷ്യൽ ആയിട്ട് കേട്ടോ, കുമ്പളങ്ങ വെച്ച് കുമ്പളങ്ങ ചെറുത് വളരെ നൈസായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമാണ്. ചെറിയ 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 ക്രിസ്റ്റൽ കുമ്പളങ്ങയല്ലേ? അതെ അതെ, ചെറിയ 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 ഇത് വെന്തയം ഒന്നുമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ആ സമയം കൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യാം, ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മള് പായസത്തിന് വേണ്ടിട്ട് ആദ്യം തയ്യാറാക്കുന്നത് ശർക്കര ഉരുക്കി എടുക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ അത് 2 കിലോയോളം, അതായത് തൊണ്ട് ചെത്തി മാറ്റിയ കുമ്പളങ്ങ 2 കിലോയോളം ഉണ്ടായിരുന്നു. നമ്മൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഈ 2 കിലോ കുമ്പളങ്ങ ഉണ്ടായിട്ട് കാര്യമില്ല, ഫിനിഷ് വരുമ്പോൾ അതിൻ്റെ അളവ് കുറവായിരിക്കും. നമുക്ക് പരമാവധി കിട്ടുന്ന ഒരു 2 ലിറ്റർ താഴെ കിട്ടുള്ളൂ. 1/2 കിലോ ശർക്കരയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അളവൊക്കെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനിയാക്കാം അല്ലേ പറയുന്നത്? ശർക്കര പാനിയാക്കി നമ്മൾ അരിക്കണത്. ഇത് ഉരുകി വരുന്നവരെ, ഈ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ശർക്കര ഇങ്ങനെ പാനിയാവുമ്പോൾ നമുക്കിനി കുമ്പളങ്ങ വെള്ളത്തിലേക്ക് ഇടാം വേവാൻ വേണ്ടിയിട്ട്. അധികം വേവ് വേണ്ടി വരില്ലല്ലേ? നല്ല വേവുണ്ട്. ആണോ? നമ്മൾ ലേശം ഉപ്പുകൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പായസത്തിന് ഉപ്പ്? അതെ, പായസത്തിനല്ല, കുമ്പളങ്ങയ്ക്ക് ഉപ്പ്. കുമ്പളങ്ങ പായസം ആണല്ലോ. അതെ, ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനൊക്കെ ഒരു പ്രചോദനം തരുന്ന ആരാണ്? അപ്പൊ മോൻ ഇപ്പം ഈ പാചക രംഗത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പൊ മോന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? അല്ല, കുറേയൊക്കെ പറയാറുണ്ട്. അതിനേക്കാളപ്പുറം നമ്മൾ എല്ലാത്തിനും അപ്ഡേഷൻ എപ്പോഴും ആവശ്യം. അപ്ഡേഷൻ ഇല്ലാത്ത ഒരു സംഭവം നിലനിൽക്കില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര അവൈലബിൾ ആയത്? അതല്ല, യൂട്യൂബ് ചാനൽ നമ്മളന്ന് കോവിഡ് കാലത്ത് ശേഷിയാന്ന് പറഞ്ഞ് ഞങ്ങൾ കുത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും ഒരു പണിയില്ലല്ലോ. അപ്പൊ അന്ന് എന്തെങ്കിലും വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങി. അത് സക്സസ്ഫുൾ ആയി. അപ്പൊ തിരുമ്പി നമ്മുടെ പായസത്തിനായിട്ടുള്ള കുമ്പളങ്ങ ഇങ്ങനെ തിളച്ചു നല്ലോണം വെന്തത്. അതിനങ്ങനെ വലിയൊരു പരിപാടി എന്താ? ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞത്. അതെ അതെ, ഇനി അടുത്ത പരിപാടി ഇതിന്റെ വെള്ളം പോയി ഊറ്റണം. കളഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ കട്ടൊന്നും കാണുന്നില്ല. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണോ ഈ കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്? ശർക്കര പാനി നമ്മൾ ഉരുക്കി വെച്ചാണ്. അത് നമ്മൾ കറണ്ട് എന്തെങ്കിലും ഉണ്ടപ്പാൻ വേണ്ടി നല്ലോണം അരിക്കുന്നു. നല്ല പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ പതയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചത് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ശരിക്കും കണ്ട മറ്റേ പാലട പോലെ തന്നെ ഉണ്ടല്ലേ അതിന്? നമ്മള് സാധാരണ ഞാൻ കരുതിയത് കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വെള്ളത്തിട്ട് വേവിക്കുമ്പോൾ നല്ല കുഴഞ്ഞു പോകുന്ന വിചാരിച്ചത്. പക്ഷെ നല്ല കഷ്ണം മാതിരി കഷ്ണമായിട്ട് തന്നെ കിട്ടും. പാലട ശരിക്കും പറഞ്ഞ ഒരു പാലട പോലെ തന്നെ. ആ വെള്ളം മാറ്റണം. ഇത് ഫുള്ള് പറ്റണം ഇനി. നല്ല പണിയാട്ടോ. വെറുതെ അല്ല തിരുമേനി കൂടെ കൂടെ പറയാം, ക്ഷമ വേണം ക്ഷമ വേണം. എനിക്കധികം ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു. ഇത് നല്ലോണം വെള്ളം നല്ലോണം വറ്റി നല്ലോണം നമ്മൾ ഡ്രൈ ആക്കി വരട്ടി എടുക്കുന്നു. അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന്റെ ശർക്കരയുടെ വെള്ളം വറ്റി തുടങ്ങിയില്ലേ? നെയ്യാണ് ഒഴിക്കാൻ പോട്ടോ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് നെയ്യ് ഒഴിച്ചു, വീണ്ടും ശർക്കര നല്ലോണം കുറുകി വന്ന് തുടങ്ങി. ഇനി ഇത് ശർക്കര ഒരു കരിയണ സ്വാദിലേക്ക് എത്തും. അപ്പൊ അതിന് മുമ്പ് നമുക്ക് പാലൊഴിക്കാം. ഒന്നാം പാലോ രണ്ടാം പാലോ? രണ്ടാം പാൽ ആദ്യം കുറച്ച് ഒഴിക്കുക. ആദ്യം കുറച്ചങ്ങ് ഒഴിച്ചോളൂ. കാണാൻ നല്ല രസമുണ്ട്. ഇനി തളച്ചിട്ട് വേണം ബാക്കി. കുറച്ച് കൂവപ്പൊടി നമുക്ക് കലക്കി ചേർക്കണം. അതില് അത് വെള്ളം ആക്കണം അല്ലേ? അതിന്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിട്ട്. വെള്ളമല്ല, നമ്മള് തേങ്ങാപ്പാലാണ് കലക്കി ചേർക്കുക. ഇത് കൂവപ്പൊടിയാണ് കേട്ടോ. അത് ആരോറൂട്ട് പൗഡർ ആണ്. ഞാൻ നേരത്തെ വിചാരിച്ചത് പാൽപ്പൊടിയാണ്. അല്ല 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 അല്ല. നമ്മളിതില് ഈ കുമ്പളങ്ങയുടെ ഒരു സ്വാദും ഈ കൂവപ്പൊടി കലക്കി അതിൻ്റെ ഒരു സ്വാദും ഉള്ളു. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മളിതുവരെ കണ്ട പായസം നല്ല വ്യത്യസ്തമാണ്. കൈ അണ്ടിപ്പരിപ്പില്ല, മുന്തിരിങ്ങയില്ല, അണ്ടിപ്പരിപ്പ് ഒന്നുമില്ല. ജസ്റ്റ് പായസം മാത്രം. പായസം നമ്മളിത് അതിലേക്ക് ഒഴിക്കാം.
നമ്മൾ കൂവപ്പൊടി തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഒഴിച്ചേക്കുന്നതാണേ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ മുഴുവൻ പാലും തേങ്ങാപ്പാലും എടുക്കുക. ഈ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന, ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പാവയ്ക്കാണല്ലോ. പാവയ്ക്കൊണ്ട് പക്ഷെ അല്ലല്ല, പാവയ്ക്കൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്ക വെച്ച് പായസം കഴിഞ്ഞ ആ വിവാദം ഉണ്ടായ വർഷം കോഴിക്കോട് യൂത്ത് ഫെസ്റ്റിവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ അതിന്റെ ടേസ്റ്റ് നല്ല മധുരം ഉണ്ടാവും. അപ്പം ശർക്കര ശർക്കര അല്ലല്ല, അതിന് മധുരം ഇല്ലാത്തതല്ല. കഴിക്കൂല, അത് അതിന് തേനാണ്, ശരിയായ നാടൻ തേൻ. പായസം റെഡി. ഇനി ഒരു 1 പാൽ വെച്ച് തീ കെടുത്തിയാൽ മതി. ഓക്കെ, ഇനി എല്ലാം ശരപടി ആയിക്കോട്ടെ. എല്ലാരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കുള്ളൂ അല്ലേ? തിളയ്ക്കാൻ പാടില്ല. ലാസ്റ്റ് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ പായസം റെഡി കഴിഞ്ഞു. എന്നാ പിന്നെ പതിവ് ചടങ്ങുകൾക്ക് കിടക്കാം. തീർച്ചയായിട്ടും പായസം കുടിക്കാം. അത് റെഡി ആയിരിക്കായിരുന്നു. അതെ, എല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചു. സാധാരണ ഞാൻ എടുക്കാനായിട്ട് ഓടാറാ പതിവ്. അതെ, പായസമായിട്ട് ഞാൻ വെച്ച് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണം, ഞാൻ തന്നെ എടുത്തു വെക്കാന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ, നമ്മൾ ഇപ്പം തീ കെടുത്തേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ആറിയിട്ട് കുടിക്കാം. അപ്പം ഞാൻ കുമ്പളങ്ങ പായസം കഴിക്കാൻ പോവാണേ. നിങ്ങൾ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി. അധികം മധുരം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല രുചിയുണ്ട് കേട്ടോ. സോഫ്റ്റ് ആണ്, വളരെ മൈൽഡ് ആയിട്ട്. മുന്തിരിക്ക് എന്തിനാ പൊട്ടുന്നത് പറഞ്ഞതുപോലെ എന്തിനാ ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യം, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും വേണ്ട. നല്ല നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി. എല്ലാം നല്ലതായിട്ട് കറക്റ്റായിട്ട് ഒത്തിട്ടുണ്ട്. വെറുതെ അല്ല ഇപ്പോൾ ഈ ആളുകൾ പറയുന്നത് പഴയടത്തിൻ്റെ പായസം കുടിക്കണം, എന്തുകൊണ്ടാണ് പഴയടത്തിൻ്റെ പായസം നിങ്ങൾ വെക്കാത്തത്, എന്തുകൊണ്ട് പഴയടത്തിനെ അത് ചെയ്യിപ്പിക്കാത്തത് ചോദിച്ചത് ആൻസർ ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പായസ വിശേഷങ്ങൾ തന്നെയായിരിക്കും. ഇനി 2 ദിവസം കൂടിയുള്ളൂ. അതെ, ആ 2 ദിവസം നമ്മൾ പായസം തന്നെയായിരിക്കും തയ്യാറാക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങൾക്കായി കാത്തിരിക്കാം.